Hello everyone. So today News Academyയുടെ ഒരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് CUET UG കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറീസ് ആണ്, ദാറ്റ് ഈസ് തിയറീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സോ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, there are three types of theories. കോർഡിനേഷൻ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് 3 തിയറീസ് എന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള വേർണേഴ്സ് കോർഡിനേഷൻ തിയറി ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കിയായിട്ടുള്ള നെക്സ്റ്റ് 2 തിയറീസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. CB, വാലൻസ് ബോണ്ട് തിയറി, ആൻഡ് CFT, which means ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. Valence bond theory. This theory was proposed by Linus Pauling. നമുക്ക് ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ നല്ല കേട്ടുപരിചയം ഉണ്ടാവും. ബിക്കോസ് നമുക്കറിയാം, പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു തിയറിയും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. So valence bond theory was proposed by Linus Pauling. ഇനി ഈ വാലൻസ് ബോണ്ട് തിയറിയുടെ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ആൻഡ് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് പോലെയുണ്ട്. അപ്പൊ അതിന്റെ ആ തിയറി അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് കാര്യം മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് അത് കുറച്ചുകൂടെ, അതായത് ഇനി വരുന്ന പ്രോബ്ലംസ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇതാണ്: മെറ്റൽ ആറ്റംസ് പ്രൊവൈഡ് വേക്കന്റ് ഓർബിറ്റൽസ് ഫോർ ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ ലിഗാൻഡ്സ്. എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഹൈബ്രിഡൈസേഷൻ പോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഞാനിപ്പോ എടുക്കുന്നത് ഡി ഓർബിറ്റൽ എടുക്കുകയാണ്. നമുക്കറിയാം, ഡി ഓർബിറ്റലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 അല്ലെ? അറിയുന്ന കാര്യമല്ല, 5. അത് ഏതൊക്കെയാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ. DXY, DYZ അല്ലെ, DXZ. അതുപോലെ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് കോളത്തിന്റെ താഴെ. DXY, DYZ, DXZ, then DX² മൈനസ് Y², അതുപോലെ DZ². അങ്ങനെ 5 ഓർബിറ്റൽ ആണ് ഡി ഓർബിറ്റലിൽ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാറ്? ഇങ്ങനെ. ഇതാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക, അല്ലെ? അതായത് ഓപ്പോസിറ്റ് സ്പിന്ന് ആയിട്ട് നമ്മൾ ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്ത് കൊടുക്കും, നമുക്കറിയാമോ. അപ്പൊ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മെറ്റൽ ആറ്റംസ്, ഓക്കെ, മെറ്റൽ ആറ്റംസ് എന്ന് പറയുന്നത്, ഇത് മെറ്റൽ ആറ്റത്തിന്റെയാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരയ്ക്കാൻ നേരത്ത് ലിഗാൻഡ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമല്ലോ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു തന്നെ. അങ്ങനെയാണ് കോർഡിനേറ്റ് കോമ്പൗണ്ട് ഉണ്ടാവുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെറ്റൽ ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ലിഗാൻഡ് ആണ് അവിടെയുള്ള ലോൺ പെയറിന് മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഹിയർ ഇവിടെ ലിഗാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇത് രണ്ടും ഹാഫ് ഫിൽഡ് ആണ്, ഇത് 3 ഫുൾ ഫിൽഡ് ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലിഗാൻഡിലെ ഇലക്ട്രോൺസ് ഒരിക്കലും അവിടെ വന്ന് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരു വേക്കന്റ് ഓർബിറ്റൽ തന്നെ അവിടെ വേണം എന്നതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. അതിനകത്ത് ഹാഫ് ഫീൽഡ്, അതായത് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല, കാലിയായിരിക്കണം ആ ഒരു ഓർബിറ്റൽ. അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? വേക്കന്റ് ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പറിന് ഈക്വൽ ആയിരിക്കും. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ കോർഡിനേഷൻ നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലെ? എന്താണ് കോർഡിനേഷൻ നമ്പർ? സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, CO NH3 4 times അല്ലെങ്കിൽ 6 times.
6 ടൈംസ് എടുക്കാം, 6 ടൈംസ്. ഇങ്ങനെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കോർഡിനേഷൻ നമ്പർ എത്രയാ? ആ 6 ആണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ലിഗാൻസ് നോക്കിയാൽ മതി. സോ 6 ആണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. സോ അവിടെയുള്ള വേക്കന്റ് ഓർബിറ്റേഴ്സ് അവിടെ എത്ര എണ്ണം ഉണ്ടായിരിക്കണം? നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലോ മെറ്റലിന്റെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ എത്ര എണ്ണം വേക്കന്റ് ആയിട്ട് ഉണ്ടാവണം? 6 ഓർബിറ്റേഴ്സ് അവിടെ വേക്കന്റ് ആയിട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഓരോ NH3ക്കും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു വരുന്നത് എത്രയാണോ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വേക്കന്റ് ഓർബിറ്റൽ നമ്പർ. ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ്, വേക്കന്റ് ഓർബിറ്റൽ ഓഫ് മെറ്റൽ അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ ടു ഫോം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈസ് ഷേപ്പ്. നമുക്കറിയാം എന്താണ് വേക്കന്റ് ഓർബിറ്റൽസ്. നമ്മൾ സാധാരണ ഹൈബ്രിഡൈസേഷന്റെ പോസ്റ്റ്ലേറ്റ്സിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഈ പറയുന്ന വേക്കന്റ് ഓർബിറ്റൽ, മെറ്റലിന്റെ വേക്കന്റ് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഉണ്ടായിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്ത് വരുന്നത്, ഷേപ്പ് അവിടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ ഒരുപാടൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാൻ മാത്രമില്ല, കാരണം നമ്മൾ സാധാരണ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമല്ലോ കെമിക്കൽ ബോണ്ടിങ്ങിന്, ഏകദേശം അത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മെറ്റലാറ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും, അതാണ് ആകെയുള്ള ഡിഫറൻസ്. ഇനിയുള്ളത് ഷേപ്പ്. നമ്മൾ പറഞ്ഞ ഷേപ്പ് തരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ആ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആകെ നമുക്ക് ഇവിടെയുള്ളത് ഈ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ ഒരുപാട് ഷേപ്പുകൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലാനാർ, അതുപോലെ ട്രയാഗണൽ, ബൈപിരമിഡൽ, പെന്റഗണൽ, ബൈപിരമിഡൽ, ട്രയാഗണൽ, പ്ലാനാർ, അങ്ങനെ ഒരുപാട് ഷേപ്പുകൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ആവശ്യമുള്ളത് എഴുതിയിട്ടുണ്ട്. അതായത് കൂടുതലായിട്ടും ഈ 4 എണ്ണം ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഉണ്ടാകുക. അതായത് ഹൈബ്രിഡൈസേഷൻ ഫോമിംഗ് വിൽ ബി ദീസ് 4. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? sp3 ആണ്. sp3 നമുക്ക് അറിയുന്ന കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. sp3 ഹൈബ്രിഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഷേപ്പ് വിൽ ബി ടെട്രാഹെഡ്രൽ. അപ്പൊ അതിനകത്ത് കാര്യമായിട്ട് ആലോചിക്കാനൊന്നും ഇല്ല. ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് DsP2 ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, DsP2. സോ ഇവിടെയും എത്രയാണ് വന്നിട്ടുള്ളത്? DsP2 4 ഓർബിറ്റൽസ് ആണ് ഇവിടെയും വന്നിട്ടുള്ളത് അല്ലെ. D1, S1, P2, അങ്ങനെ 4 എണ്ണങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിന് ഒരിക്കലും ടെട്രാഹെഡ്രലിന് പേര് കൊടുക്കാനായിട്ട് പറ്റില്ല. പകരം സ്ക്വയർ പ്ലെയിനാർ എന്നുള്ള പേര് വേണം നമ്മൾ അവിടെ എടുക്കാനായിട്ട്. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രലും DsP2 ആണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ ആണ്. അടുത്തത് sp3d ആണെങ്കിൽ എസ് യു ഷേപ്പ് 3, 4, 5 വരുന്നുണ്ട്. സോ ട്രയാഗണൽ ബൈപിരമിഡൽ ആണ് വരുന്നത്. sp3d2 ആണെങ്കിൽ അതേതാ? ഒക്ടാഹെഡ്രൽ ആണ്. അത് ഒക്ടാഹെഡ്രൽ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ യൂഷ്വലി വരുന്ന ഹൈബ്രിഡൈസേഷനിൽ വരുന്ന ആൾക്കാര്. ആൻഡ് വൺ മോർ, ഒന്നുകൂടെ ഉണ്ട്. ഏതാ? D2sp3. സോ ഇതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ടെട്രാഹെഡ്രലിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 2 ആൾക്കാരാണ് ഇവര് രണ്ടുപേരും. മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും 6 എണ്ണം തന്നെയാണ് വരുന്നത്. നോക്കിക്കേ, sp3d2 എന്ന് പറയുമ്പോൾ S1, P3, അതുപോലെ D2, അങ്ങനെ 6 വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, D2 വരുന്നുണ്ട്, S ഉണ്ട്, P3 തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്ത് മാറുന്നില്ല? ഷേപ്പ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ പേടിക്കാനൊന്നുമില്ല. ബട്ട് ഹിയർ ഇവിടെ ഷേപ്പ് മാറുന്നുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, sp3d2 ആണെങ്കിലും D2sp3 ആണെങ്കിലും ഷേപ്സ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ തന്നെ. ഓക്കെ, സോ കുട്ടീനെ വിചാരിക്കുന്നു. ആൻഡ് നൗ ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് വേക്കന്റ് ഓർബിറ്റലും അല്ലെ. എവിടെ വേക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവുക? മെറ്റലിൽ. മെറ്റലിലുള്ള വേക്കന്റ് ഓർബിറ്റലും ലിഗാൻഡിന്റെ ഫീൽഡ് ഓർബിറ്റൽസും കൂടെ എന്ത് ചെയ്യുന്നു? അവിടെ ഓവർലാപ്പ്
സംഭവിക്കുന്നു. ഓക്കെ, ഓവർലാപ്പിംഗ് നടക്കുന്നു. ആൻഡ് അങ്ങനെ ഒരു എന്തുണ്ടാവും, ഒരു ബോണ്ട് ഫോം ചെയ്യും. ആരൊക്കെ തമ്മിലാ ബോണ്ട് ഫോം ചെയ്യുന്നത്? ലിഗാൻഡ് അതുപോലെ തന്നെ മെറ്റലും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ആ ബോണ്ടിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. സോ ലിഗാൻഡ് മെറ്റൽ കോർഡിനേറ്റ് ബോണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയുടെ പറയുന്ന സമയത്ത് പറയാം. ജസ്റ്റ് അതിന്റെ പോസ്റ്റ്ലേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോസ്റ്റ്ലേറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ വാലൻസ് ബോണ്ട് തിയറി. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ തന്നെയാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജോമെട്രി. നമ്മൾ ഷേപ്പിന്റെ കേസ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ജോമെട്രി. ഒരു കോംപ്ലക്സിന്റെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജോമെട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആളാണ് മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ബിഹേവിയർ, ഇറ്റ് ഗീവ്സ് ദ മാഗ്നറ്റിക് ബിഹേവിയർ. ഇത് രണ്ടാണ് ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട് ചെയ്യേണ്ട ഒരു രണ്ട് കാര്യമാണ്. ഈ തിയറി മാത്രമല്ല, ഇനി വരുന്ന ഏത് തിയറി എടുത്തു കഴിഞ്ഞാലും ഞാനിപ്പോ പറയാൻ പോകുന്ന രണ്ട് പോയിന്റുകൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് എല്ലാം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോക്കൂ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതായത് നമ്മൾ ഒരുപാട് ലിഗാൻഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് സ്ട്രോങ് അതുപോലെ വീക്ക് എന്ന് പറഞ്ഞ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ കൂടുതലാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വീക്ക് ആണെങ്കിൽ അതിന്റെ പവർ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനകത്ത് വരുന്ന കുറച്ച് ആൾക്കാരാണ്. ഇവര് രണ്ടുപേരും ബൈഡൻഡേറ്റ് ആണെന്ന് നമുക്കറിയാം. രണ്ടുപേരും ഈ സോറി ഇത് ഹെക്സാഡൻഡേറ്റ് 6 ആണല്ലോ, EDTA, എത്തിലീൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്. ഇതിന്റെ ഷേപ്പ് അതുപോലെ തന്നെ ഡെൻസിറ്റി എല്ലാം നമ്മൾ പഠിച്ചതായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. EN പറഞ്ഞു കഴിഞ്ഞാൽ എത്തിലീൻ ഡൈ അമീൻ ആണ്, ഇറ്റ് ഇസ് ബൈഡൻഡേറ്റ് ആണ്. CN മൈനസ്, ദെൻ NH3, അതുപോലെ CN. ഇവരെല്ലാം എന്താണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനകത്ത് വരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണിത്. കാരണം നമ്മളിത് യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ലിഗാൻഡുകൾ തന്നെ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. സോ അത് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പൊ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് CO കാർബോണിക് ഗ്രൂപ്പ്, അമീൻ ഗ്രൂപ്പ്, സയനൈഡ് ഗ്രൂപ്പ്, EDTA ആൻഡ് EN. ഇവരെല്ലാം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് ഓർത്ത് വയ്ക്കുക. അതേസമയം വീക്ക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻസ് വരും, അയഡിൻ ക്ലോറിൻ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ബ്രോമിൻ, അതുപോലെ SCN വരുന്നുണ്ട്, അതുപോലെ OH മൈനസ്, ദെൻ H2O, എക്വ, ഹൈഡ്രോക്സിഡോ. ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, SCN തയോന്ന് വരുന്നുണ്ട്. ഇവരെല്ലാം വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുള്ള ഓർത്ത് വെക്കുക. ഇനി പറയുന്ന അടുത്ത പോയിന്റ്, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത്, ഇവർ രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പഠിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് D1 D2 D3 എന്ന് പറയുന്നവർക്ക് പെയറിംഗ് സംഭവിക്കില്ല. അതുപോലെ D8 D9 D10 എന്നവർക്കും പെയറിംഗ് സംഭവിക്കില്ല. ഓക്കെ, എന്താ D1 എന്താ D2 എന്നൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്. എന്താ വെച്ചാൽ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, കോൺഫിഗറേഷൻ ആണ്. സോ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കൂടുതലായിട്ടും ഫോം ചെയ്യുന്ന എലമെന്റ്സ് ഡി ബ്ലോക്കിലെയാണെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂഷ്വൽ ആയിട്ടും ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഡി ബ്ലോക്കിലെ കുറച്ച് എലമെന്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവരുടെ അറ്റോമിക് നമ്പറും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന 21 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിൽ നിന്നാണ്. സോ 21 to 30 വരെയെങ്കിലും നമുക്ക് അറിയാം. കാരണം ആ എലമെന്റ്സിനെ മാത്രമാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അറിയാത്തവർക്ക് ഞങ്ങൾ കോഡ് പോലെ പറഞ്ഞുതരാം, അതൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കോഡായിരിക്കാം, ബട്ട് സ്റ്റിൽ ഞാനൊന്നും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയെങ്കിലും അത് പഠിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കുക. സോ ദാറ്റ് നമുക്ക് എന്താവും, അറിവാകും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ വൃത്തിയായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ ആലോചിക്കുക. സ്കൂളിൽ നമ്മൾ SC എന്ന് പറയും. TI ടൈമിൽ, V
വിക്രമൻ ഫീസ് കൊടുക്കാൻ നിന്നു കോപ്പർ സിങ്ക്. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ആ കോഡ് ശ്രദ്ധിച്ച് കേട്ടോളൂ. സ്കൂൾ ടൈമിൽ വിക്രമൻ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വായിക്കുക. വിക്രമൻ ഫീസ് കൊടുക്കാൻ നിന്നു കോപ്പർ സിങ്ക്. സെറ്റല്ലേ? ഒന്നുകൂടെ പറഞ്ഞോളൂ, ഒരുമിച്ച് പറഞ്ഞോളൂ. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിന്നു കോപ്പർ സിങ്ക്. സോ ഇത് 21 തൊട്ട് 30 വരെയുള്ള അറ്റോമിക് നമ്പറിന്റെ എലമെന്റ്സിന്റെ ഇൻഡിക്കേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ എലമെന്റ്സിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. SN മീൻസ് സ്കാൻഡിയം ആണ്, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇങ്ങനെയാണ് 30 വരെ വരുന്നത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യുക, കാരണം നമുക്ക് അറിയണം. അതിന്റെ കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിന്റെ കോൺഫിഗറേഷൻ അറിയണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ 21 മുതൽ 30 വരെയുള്ള അറ്റോമിക് നമ്പറിലെ എലമെന്റ്സ് പഠിച്ചു വെക്കുക തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇവിടെ കോൺഫിഗറേഷൻ എഴുതാൻ നേരത്ത് ഡിയിൽ 3D വരുമല്ലോ, 3D എന്ന് വരുമല്ലോ. അപ്പൊ 3Dയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. D1 വന്നു കഴിഞ്ഞാൽ 3D1 വന്നു കഴിഞ്ഞാൽ, അതുപോലെ D2, 3D2 അങ്ങനെയൊക്കെ വരില്ലേ. അതാണ് ഈ D1 D2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ നോക്കിക്കേ, 1 2 3 അതുപോലെ 8 9 10 ഈ 6 പേർക്കും എന്ത് നടക്കില്ല എന്നാ പറയണേ? പെയറിങ് നടക്കില്ല. പക്ഷേ 1 2 3 എന്ന് പറയുന്നത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും 8 9 10 എന്ന് പറയുന്നത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുമാണ്. ഇനി എന്താ ഇന്നർ ഓർബിറ്റൽ, എന്താ ഔട്ടർ ഓർബിറ്റൽ എന്നെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകും. ഓക്കെ, സോ അറ്റോമിക് നമ്പർ മറക്കരുത്, കോഡ് മറക്കരുത്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിന്നു കോപ്പർ സിങ്ക്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് തുടങ്ങാം. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ലെ, VBCയുടെ ആപ്ലിക്കേഷൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ജോമെട്രി ഓഫ് ദ കോംപ്ലക്സ് ഒന്നാമത്തത്. രണ്ടാമത്തത് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞു അല്ലേ. അതിങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ മാഗ്നറ്റിക് ബിഹേവിയർ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ദ സ്പെസിഫൈഡ് ആ ഒരു കോംപ്ലക്സ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള COH6 3- ആണ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നെയിമിങ്ങിൽ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫൈൻഡിങ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ, സെൻട്രൽ ആറ്റം ആരാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആരാ? കോബാൾട്ട. ഓക്കെ, സോ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ നമുക്ക് കണ്ടുപിടിച്ചാലോ? ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ അറിയാമല്ലോ, COH6 അല്ലേ. COH6 3- ആണ് കേട്ടോ. COH6 3-. സോ എങ്ങനെയാ വരിക? എക്സിന്റെ എത്രയാ? -1 ആയിരുന്നില്ലേ. സോ ഇവിടെ -6 വരും അല്ലെ. മേലെ അവിടെ 3 മൈനസും. സോ അങ്ങനെയാണെന്ന് 3 - കിട്ടണമെങ്കിൽ CO എത്രയായിരിക്കണം? 3 + 3 അല്ലേ. നോക്കൂ, വേണമെങ്കിൽ എക്സ് കൊടുത്തോളൂ. അപ്പൊ എങ്ങനെയാ വരിക? x - 6 = -3. സോ x is equal to -3 + 6. സോ x is equal to +3. ഓക്കെ, ഇതാണ് നമ്മുടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. +3 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസിലി മനസ്സിലാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. നോക്കൂ, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് കൊബാൾട്ട് ആണ്. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് എത്രയാ? +3. അത് നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ അല്ലേ. സോ നമുക്കറിയാം ഈ കൊബാൾട്ട് കണ്ടു. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിയണം. മനസ്സിലായോ? അതിനാണ് ഞാൻ ആ കോഡ് പറഞ്ഞത്. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. വിരലിൽ എണ്ണിയാൽ മതി. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ. ആ കോ ആണ് കൊബാൾട്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എത്രയാ വരുന്നത്? 7 കാണിക്കുന്നത് നമുക്ക്. ഇറ്റ് മീൻസ് 27. 21 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. സോ 27. 27
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയാലോ, 1:2 2:2 ഒക്കെ എഴുതാൻ അറിയാലോ. അതുപോലെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ നമ്മള് ചെറിയ കോൺഫിഗറേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ലാസ്റ്റ് എത്രയാ വരുന്നത്? 3D7 4S2. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞില്ലേ ആ കോഡ് പറഞ്ഞില്ലേ, ആ നമ്പർ തന്നെയായിരിക്കും അവരുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഇതിപ്പോ 27 വന്നതുകൊണ്ട് 7 അല്ലേ, 3D7 വന്നു, 4S2 വന്നു. ഓക്കെ, 24 ആണെങ്കിലോ എങ്ങനെയാ വരിക? 3D4 വരും, 4S2 അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. നമുക്കറിയാം 4S2 ഫില്ല് ചെയ്തതിനു ശേഷമാണ് 3D ഫില്ല് ചെയ്യാൻ. അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ അറ്റോമിക് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ബാലൻസ് കോൺഫിഗറേഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. 24 പറയുമ്പോൾ 3D4 4S2 വരും. ഓക്കെ, 9 ആണെങ്കിലോ 3D9 4S2. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ സെയിം ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൊബാൾട്ടിന്റെ കേസിൽ 27 ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3D7 4S2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇത് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? പ്ലസ് എത്രയാ? 3 ആണ് കിട്ടിയിട്ടുള്ളത്. +3 എന്ന് പറഞ്ഞാൽ എന്താ? 3 എണ്ണം കൊടുക്കുക. ലൂസിങ് ഓഫ് 3 ഇലക്ട്രോൺസ് ആണ് അതിനർത്ഥം അല്ലേ? സോ നമ്മൾ 3 ഇലക്ട്രോൺസ് നിന്ന് കുറയ്ക്കാനായിട്ട് പോവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എവിടെ നിന്നാണ് കളയേണ്ടത്? എസ് നിന്ന് വേണം കളയാനായിട്ട് കേട്ടോ. അപ്പൊ എസ് നിന്ന് 2 എണ്ണം പോയി, അത് കഴിഞ്ഞ് ഒരെണ്ണം ഡിയിൽ നിന്നും പോയി. സോ അടുത്ത കോൺഫിഗറേഷൻ എന്തായി മാറി? 3D6 എന്നായിട്ട് മാറി. 4S0 4P0 അല്ലെ, അവരൊക്കെ 0 ആണ്. ബാക്കി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ. 4S0 ആയിട്ടുണ്ട്, 3D7 മാറി 6 ആയി. ടോട്ടലി നമുക്കിപ്പോ എത്ര കിട്ടിയിട്ടുണ്ട്? 3D6 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. കോൺഫിഗറേഷൻ ആദ്യം എഴുതുക, അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ അനുസരിച്ച് ഉള്ള കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത്. നമുക്കറിയാം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് നമുക്കറിയാം. F6 ഉണ്ട്, സോ 6 ആണെന്ന് നമുക്കറിയാം. ഇനി അതിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓർബിറ്റൽസ് ഓഫ് CO3+ അയോൺസിന്റെ കേസാണ്. നമുക്ക് എത്ര ഉണ്ട് ഔട്ടർ മോസ്റ്റില്? 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ? ഹൺസ് റൂൾ അല്ലെ, ഹൺസ് റൂൾ അല്ലേ, ഹൺസ് റൂൾ പ്രകാരം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 then 6 അല്ലെ. 5 ഓർബിറ്റൽസ് ആണ് 3D ഉള്ളത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4Sഉം 4Pയും 4Dയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എത്ര ലിഗാൻഡ് ഉണ്ട് അവിടെ. കോർഡിനേഷൻ നമ്പർ എത്ര ഉണ്ട്? 6 പറഞ്ഞു. വിച്ച് മീൻസ് അവിടെ 6 വേക്കന്റ് ആയിട്ടുള്ള അല്ലെ, വിച്ച് മീൻസ് അവിടെ 6 വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽ അവിടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫ്ലൂറിൻ എന്ന് പറയുന്നത് സ്ട്രോങ് ലിഗാൻഡ് ആണോ വീക്ക് ലിഗാൻഡ് ആണോ? അതൊരു വീക്ക് ലിഗാൻഡ് ആണ്. മനസ്സിലാക്കുക, വീക്ക് ലിഗാൻഡില് പെയറിംഗ് നടക്കില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ പെയറിംഗ് വിൽ നോട്ട് ഒക്കർ. സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് പെയറിംഗ് ഒക്കർ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? സോ ഇവിടെ പെയറിംഗ് നടക്കില്ല, ആസ് ഫ്ലൂറിൻ ഇസ് എ വീക്ക് ലിഗാൻഡ്. ഓക്കെ, സോ ബാക്കിയുള്ള 6 വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് നമുക്ക് ഉണ്ടാക്കണം. സോ ഇവിടെയുള്ള 6 പേരെ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ്. അങ്ങനെ നോക്കിക്കേ, ഇവിടെ നോക്കൂ, ഒരു 6 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലെ. അതിൽ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്? ഒരു S എടുത്തു, 3 P എടുത്തിട്ടുണ്ട്, ആൻഡ് D 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഒരു S എടുത്തു, 3 P എടുത്തു, ദെൻ 2 D എടുത്തു. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവരെ നമ്മൾ ഒരുമിച്ച് വരച്ചു. അതാണ് ഈ sp3d2 ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്, പുതിയ ഓർബിറ്റൽസ്. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള 3 എണ്ണം ഇല്ലേ, ഇത് 3 എണ്ണം, അത് 3 എണ്ണമാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ദ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? sp3d2 ആണ്. sp3d2 ആണ് അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ. റെഡി ആയില്ലേ? എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. സോ
ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d2 ആണ്. അതുപോലെ ആസ് ദ ലിഗാൻഡ് ഈസ് എഫ് മൈനസ്, ലിഗാൻഡ് എഫ് മൈനസ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല, പെയറിംഗ് നടക്കില്ല. ഡു നോട്ട് ഗെറ്റ് പെയർ അല്ലെ, പെയറിംഗ് നടക്കില്ല. ഓക്കെ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞത് തന്നെയാണ് sp3d2 എന്ന് പറയുമ്പോൾ വരുന്നുണ്ട്, 6 ഓർബിറ്റൽസ് ഉണ്ട്. 6 വന്നു കഴിഞ്ഞാൽ അതേതാ ഷേപ്പ്? ഒക്ടാഹെഡ്രൽ. 6ന്റെ ഷേപ്പാണ് ഒക്ടാഹെഡ്രൽ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് മാഗ്നറ്റിക് ബിഹേവിയർ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാം, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക് ക്യാരക്ടർ എന്ന് പറയും. ഓക്കെ, ആലോചിക്കുക. പാരയാണെങ്കിൽ, പാരാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും, ടോട്ടലി പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. പാരയാണെങ്കിൽ അൺപെയർഡ്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഡൈ രണ്ടല്ലേ, ഡൈ അല്ലേ? സോ ഇതിലെന്തായിരിക്കും? പെയർഡ് ആയിരിക്കും. പെയർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെന്നാണല്ലോ, പിടികിട്ടിയോ? അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി, മാറിപ്പോവില്ല കേട്ടോ. സോ പാരാമാഗ്നറ്റിക് അൺപെയർഡ്, ഡയമാഗ്നറ്റിക് പെയർഡ് ആണ്. സോ ഇവിടെ തന്നെ അത് നോക്കിക്കേ, ഇലക്ട്രോൺസിന്റെ കേസ് നോക്കിക്കേ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പാരയാണോ ഡയയാണോ വരുന്നത്? ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ആകെ ഒരെണ്ണമാണ് പെയർഡ് കാണുന്നത്. സോ എന്താണ്? ഹൈലി പാരാമാഗ്നറ്റിക് ആണ്. ഹൈലി പാരാമാഗ്നറ്റിക്. തെറ്റല്ലേ? ഇനി നോക്കിക്കോളൂ, എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ലിഗാൻഡുകൾ വന്നിരുന്നു അല്ലെ. ലിഗാൻഡുകൾ വന്ന സമയത്ത്, അതായത് ലിഗാൻഡിന് ഇരിക്കാനായിട്ട്, ലിഗാൻഡിലെ ഇലക്ട്രോൺസിന് ഇരിക്കാനായിട്ട് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് അവിടെ പെയറിംഗ് ഒന്നും നടന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, പുറമെയുള്ള സ്ഥലത്ത് അവിടെ ഇരുന്നോളൂ എന്നാ പറയുന്നത് അല്ലെ, പുറമെയുള്ള സ്ഥലത്ത് അവിടെ ഇരുന്നോളൂ. വിച്ച് മീൻസ് ഇതില് പെയറിംഗ് നടക്കുന്നില്ല അല്ലെ, പെയറിംഗ് നടക്കുന്നില്ല. സോ ദാറ്റ് വരുന്ന ഇലക്ട്രോൺസിനെ ഉള്ളിലോട്ട് അവർ കയറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള കേസുകളിൽ പറയുന്നതാണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. അതായത് വരുന്ന ആൾക്കാർ എവിടെ നിന്നേ? ഉള്ളിലോട്ട് വന്നിട്ടില്ല, പുറത്താണ് നിന്നത്, ഔട്ടർ അല്ലെ, ഔട്ട്സൈഡ് ആണ് അവർ നിന്നത്. സോ അതിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഇവരെന്താ? ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്, ഓർത്ത് വെച്ചോളൂ. അപ്പൊ എന്താണ് ഔട്ടർ ഓർബിറ്റൽ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നർ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരെന്ത് ചെയ്യുന്നു? ഉള്ളിലോട്ട് വന്നു. വിച്ച് മീൻസ് ഇവിടെ പെയറിംഗ് നടന്നു എന്നാണ് കേട്ടോ. സോ ഇത്രയാണ് നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാം മനസ്സിലാവും, അത്രയ്ക്കൊന്നും ഇല്ല. ഓക്കെ, സെൻട്രൽ ആറ്റം നോക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊബാൾട്ട്, ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എഴുതുക, കോർഡിനേഷൻ നമ്പർ എഴുതുക, ഹൈബ്രിഡൈസേഷൻ എഴുതുക, ലിഗാൻഡിന്റെ കേസ് നോക്കുക, അതിന് ഷേപ്പ് നമുക്ക് കിട്ടും. ദെൻ മാഗ്നറ്റിക് ബിഹേവിയർ, ദെൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ എന്ന് നോക്കും. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് CONH3 6 times 3+ ആണ്. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ അല്ലെ. സോ ഇവിടെ എത്രയാ വരുന്നത്? NH3 എന്ന് പറയുന്നത് ഒരു എന്ത് ഫീൽഡ് ലിഗാൻഡ് ആണ്? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, അത് ആദ്യം ഓർത്ത് വെക്കുക അല്ലെ. NH3 ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, NH3 ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ് അല്ലെ. NH3 ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. സോ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ സിഒന്റെ ഒബ്വിയസ്ലി എന്ത് തന്നെയാവും? 3+ ആവും, +3 ആവും ആണല്ലോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നമ്മൾ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ് കിട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് കിട്ടി. സോ കൊബാൾട്ട് തന്നെയാണ്, കഴിഞ്ഞതിലും കൊബാൾട്ട് തന്നെയായിരുന്നു. ഓക്കെ, ഇവിടെ CO3+ എന്ത് വരും? 3d6 ആണെന്നും കിട്ടി. കോർഡിനേഷൻ നമ്പർ ഇവിടെ എത്ര തന്നെയാണ്? 6 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്തത് കഴിഞ്ഞ പ്രോബ്ലത്തിലെ അതേ ഡീറ്റെയിൽ തന്നെയാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ
ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. എവിടെയത്? ലിഗാൻഡിലാണ് ഇവിടെയുള്ള ഡിഫറൻസ് വരുന്നത്. അവിടെ ഏതായിരുന്നു? എസ് മൈനസ് ആയിരുന്നു, ഫ്ലൂറിൻ ആയിരുന്നു, വിച്ച് വാസ് എ വീക്ക് ലിഗാൻഡ്. ബട്ട് ഹിയർ എന്താണ്? NH3 ആണ് ലിഗാൻഡ് ആയിട്ട് കാണിച്ചത്, വിച്ച് ഇസ് എ സ്ട്രോങ് ലിഗാൻഡ്. അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ദെർഫോർ അവിടെ പെയറിംഗ് നടക്കുമോ ഇല്ലയോ? പെയറിംഗ് അവിടെ നടക്കും. മനസ്സിലായില്ലേ? പെയറിംഗ് നടക്കും. സോ ഇനി നമുക്ക് ആ പിക്ചറിലോട്ട് നോക്കാം കേട്ടോ. ഡയഗ്രാം ഒന്ന് നോട്ട് ചെയ്യാം. CO3+ ആസ് യൂഷ്വൽ നമ്മൾ ഇത് ചെയ്തു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് നോക്കൂ, എന്താ സംഭവിച്ചിട്ടുള്ളത്? CO3+ന്റെ കേസ് തന്നെയാണ്. ഇത് സ്ട്രോങ് ഫീൽഡ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ പെയറിംഗ് നടക്കുന്നു പറഞ്ഞു അല്ലെ. സോ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് 4 ഇല്ലേ? 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യും? പെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പെയർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ മൊത്തത്തില് അത് ഈ ഒരു ഫോമില് ആവും. സെറ്റ് അല്ലേ? മനസ്സിലായോ? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? പെയറിംഗ് നടക്കും. സോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? രണ്ട് പേരായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോ ഇവിടെ ആ 6 എന്ന് പറയുന്ന എണ്ണം നമുക്ക് ആ 3 കോളംസ് 3 ഓർബിറ്റൽസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി അവിടെ രണ്ടെണ്ണം വേക്കന്റ് ആയിട്ട് വരുന്നുണ്ട്. കണ്ടു, രണ്ടെണ്ണം അവിടെ വേക്കന്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ആ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം? ആ കോർഡിനേഷൻ നമ്പർ നമ്മൾ ഫിൽ ആക്കാൻ വേണ്ടി. സോ ഇവിടത്തെ 2, ദെൻ 3, 4, 5, 6 അങ്ങനെ 6 വേക്കന്റ് ഓർബിറ്റൽസ് അവിടെ പ്രസന്റ് ആണ്. ഓക്കെ അല്ലേ? സോ അതിന് പേരിട്ട എന്റെ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത് ഡി ഓർബിറ്റലാണ്. ഡി ഓർബിറ്റിലെ രണ്ടെണ്ണം. സോ D2, ഇത് എസ് ഓർബിറ്റലാണ്. എസ്, ദെൻ ടിയില് 3 P3. ഇപ്പൊ D2sp3 ആണ് ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. D2sp3 എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? D2sp3 ആണ് ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 6 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ വരിക? ഒക്ടാഹെഡ്രൽ ആസ് യൂഷ്വൽ അല്ലേ? ഒക്ടാഹെഡ്രൽ ആണ്. ഇതിന്റെ കോംപ്ലക്സിന്റെ കേസാ പറയുന്നത്. ഓക്കെ, ഔട്ടർ കോംപ്ലക്സ് ആണോ അത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ എന്നുള്ളത്. ഔട്ടർ ആണോ ഇത്? നോക്കിക്കേ, ഔട്ടർ ആവാൻ വല്ല ചാൻസും ഉണ്ടോ? ഇല്ല. സോ അത് ഒബ്വിയസ്ലി ഉണ്ടാവും, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ലിഗാൻസിന്റെ ഇലക്ട്രോൺസ് എവിടെയാ വരുന്നത്? ഇതിൽ ഇരുന്നിടത്ത് അല്ലെ? ലിഗാൻസിന്റെ ഇലക്ട്രോൺസ് എവിടെയാ വരുന്നത്? ഇതിൽ ഇരുന്നിടത്ത്. കണ്ടോ, ഇവിടെ രണ്ടെണ്ണം കണ്ടോ? ഇതിൽ ഇരുന്നിടത്താണ് വരുന്നത്. ഇതിൽ മാറിയിരുന്നു അല്ലെ? ഇതിൽ ഒറ്റയ്ക്ക് ഇരുന്ന ആൾക്കാര് മാറി രണ്ടുപേരായിട്ടിരുന്നു. അപ്പൊ ആ സ്ഥലം വേക്കന്റ് ആയി. അവിടത്തേക്കാണ് ആര് വരുന്നത്? ലിഗാൻസിലെ ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന് ലോ സ്പിന്നും കൂടെയാണ് ഓർത്തു വെക്കുക. പിന്നെ അതിൽ പറയാനുള്ളത് മാഗ്നറ്റിക് ബിഹേവിയറെ കുറിച്ചാണ്. നിങ്ങൾ നോക്കി, അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ അവസ്ഥ എന്താ? എല്ലാവരും പെയർഡാ. ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരാള് പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല അല്ലെ? വിച്ച് മീൻസ് അവരെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആളായിരിക്കും. ഓക്കെ, ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഓർത്ത് വയ്ക്കുക. അത്യാവശ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാം. ഔട്ടർ ആണോ ഇന്നർ ആണോ എന്നുള്ളതൊക്കെ. ജസ്റ്റ് ഇത് രണ്ടെണ്ണം വരച്ചു വെച്ചാലും മതി കേട്ടോ. അത്യാവശ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. The question ആണ് explain geometry and magnetic character and hybridization of the following complexes. നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്ക് 4 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടുപിടിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ജോമെട്രി, പിന്നെ ഒന്ന് മാഗ്നറ്റിക് ക്യാരക്ടർ, അതുപോലെ ഹൈബ്രിഡൈസേഷൻ. ഈ 3 കാര്യങ്ങളും കണ്ടുപിടിക്കുക. ഓക്കെ, ഈ 4 കോമ്പൗണ്ട്സിന്റെ കേട്ടോ. സോ ദാറ്റ് നിങ്ങൾ എന്താവും? പെർഫെക്റ്റ് ആവും VBCയുടെ കേസിൽ. ഓക്കെ, നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മ്യൂ ഈക്വൽ ടു √n×n+2. ഓക്കെ, അതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കേ, Mn മാംഗനീസ് Cn 6 times 3- അല്ലെ? ഇവിടെയും ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ,
നമ്മൾ കൂടുതലും കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ഫൈൻഡിങ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, സോ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് വി ഗെറ്റ് ദിസ് +3 ആണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്തുകൂടെ എഴുതണം? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ വി ഷുഡ് നോ ഇറ്റ്സ് അറ്റോമിക് നമ്പർ, അല്ലേ? അതിനാണ് ഞാൻ പറഞ്ഞത് അറ്റോമിക് നമ്പർ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു കോഡ് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ. സോ അത് യൂസ് ചെയ്തിട്ട് യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദ അറ്റോമിക് നമ്പർ. ഓക്കെ, Mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാംഗനീസ് ആണ്, അല്ലേ? സോ മാംഗനീസ് എന്ന് പറയുമ്പോൾ ആ കോഡ് ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. എന്താ വരിക? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിന്നു, അല്ലേ? അതിലെവിടെയാ ഈ Mn എന്ന് പറയുന്ന ആള് വരുന്നത്? സ്കൂൾ ടൈമിൽ വിക്രമൻ മൻ, അല്ലേ? അതെവിടെയാ വരുന്നത്? 20 സ്കൂൾ ടൈമിൽ വിക്രമൻ. സോ 25 അല്ലേ വരുന്നത്? 25 ആണ് വരുന്നത്. സോ നമ്മുടെ ഔട്ടർ കോൺഫിഗറേഷൻ എങ്ങനെയായിട്ട് വരും? ഔട്ടർ കോൺഫിഗറേഷൻ പറഞ്ഞേ. 3d5 4s2 ഇങ്ങനെയാണ് ഔട്ടർ കോൺഫിഗറേഷൻ വരിക, അല്ലേ? ഇനി ഇതിനകത്ത് നമ്മൾ എത്ര കളയണം? വി ഗെറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഇറ്റ് ഈസ് +3 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 3 ഇലക്ട്രോൺസ് നമുക്ക് അവിടെ കളയണം. സോ ഇവിടുത്തെ 2 കളഞ്ഞു, ഇവിടുത്തെ 1 കളഞ്ഞു, ആൻഡ് therefore we get 3d4, അല്ലേ? എവിടെ കിട്ടുന്നത്? 3d4 ആണ് കിട്ടുന്നത്. സെറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 3d4 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അത് നമുക്ക് നോക്കാം. ഇനി നോക്കിക്കേ, ഒന്നും ചെയ്യാനില്ല. 3d4 ആണ് നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡി ഓർബിറ്റൽ അല്ലേ? സോ എത്ര കോളംസ് ഉണ്ട്? 5 കോളംസ്. 5 കോളംസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 4 എനിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെ? 4 ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫില്ല് ചെയ്യുന്ന നേരത്തെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ലിഗാൻഡ് ആണ്. ഓക്കെ, ലിഗാൻഡിന്റെ കേസ് ആണ് നിങ്ങൾ പറഞ്ഞ. ഇവിടുത്തെ ലിഗാൻഡ് ആരാ? Cn-, അതായത് സയനൈഡ് ആണ്. അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ? ഏതാ? യെസ്, ഇറ്റ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്, അല്ലേ? അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, പെയറിംഗ് അവിടെ നടക്കും. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. 3d4 അല്ലേ? സോ ഹിയർ നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2 ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. സോ ആ ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുല എന്ന് പറയുന്നത് എന്താ? mu = √n × n+2 എന്ന് പറയുന്നത്. സോ നമ്പർ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? n = 2 എന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ആ 2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ 2 × 2 + 2 വരും, വിച്ച് ഈസ് 2 × 4 വരും, √8 ആണ്. Dm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റോൺ എന്നാണ് നമ്മൾ അതിനെ പറയുക കേട്ടോ. ബോർ മാഗ്നറ്റോൺ. ഓക്കെ അല്ലേ? ബോർ മാഗ്നറ്റോൺ എന്നാണ് നമ്മൾ അതിനെ പറയുക. സോ √8 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.83 ആണ് കേട്ടോ. √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2.83. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2.83 ബോർ മാഗ്നറ്റോൺ. ഓക്കെ ഓക്കെ, അതുപോലെ 2 എക്സാമ്പിൾസും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മാംഗനീസിന്റെയും ഒന്ന് അയണിന്റെയും ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. നമ്മുടെ DB തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ ലാർജ് നമ്പർ ഓഫ് അസംഷൻസ്. അതായത് ഒരുപാട് അസംഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അത് ഇതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അത് ആവശ്യമുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ നോട്ടഡ് അല്ല.
അതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോംപ്ലക്സുകളുടെ മാഗ്നറ്റിക് ഡാറ്റ. ഓക്കെ, മാഗ്നറ്റിക് ഡാറ്റയെ കുറിച്ചുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് അവിടെ തരുന്നില്ല. അതായത് മാഗ്നറ്റിക് ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് പാരയാണോ ഡയാമാഗ്നറ്റിസം ആണോ എന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാവുന്നത്. അത് എത്രത്തോളം പാരയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡയാണ്, അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിസം, ഫെറി മാഗ്നറ്റിസം, അങ്ങനെ ഒരുപാട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻസ്, അറ്റൻഷൻസ് ഒന്നും ഇവിടെ തരുന്നില്ല. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ കളർ. അതായത് കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, കളർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടുകളെല്ലാം. അതിന്റെ റീസൺ ഇവിടെ പറയാനായിട്ട് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. ദെൻ ഫോർത്ത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് വീക്ക് ലിഗാൻഡ് ഏതാ, സ്ട്രോങ് ലിഗാൻഡ് ഏതാന്ന് കറക്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയിട്ടില്ല കേട്ടോ. ഇദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് വീക്ക് ഏതാ സ്ട്രോങ് ഏതാന്ന് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഓക്കെ, ഇതാണ്, ഇത്രയും ആണ് ലിമിറ്റേഷൻസ് ആരുടെ, VB തിയറി. ഇത്രയാണ് വാലൻസ് ബോണ്ട് തിയറിനെ കുറിച്ച് പറയാനുള്ളത്. അതിന്റെ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് പറഞ്ഞു, ജോമെട്രിയുടെ കേസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞു, അപ്ലിക്കേഷൻസ് പറഞ്ഞു, പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു, ഷേപ്പ് പറഞ്ഞു. ഇത്രയാണ് VB തിയറിനെ കുറിച്ച് പറയാനുള്ളത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. സോ അതിന്റെ ഒരു പോസ്റ്റ്ലേറ്റ് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് മോഡലാണ്. ആൻഡ് d orbitals degeneracy will be lost when ligand approaches the central atom. അതെന്താണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇനി അതായത് എന്താ ഡീജനറസി, വാട്ട് ഈസ് മീൻ ബൈ ഡീജനറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം എനർജി എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ഇവിടെ നമ്മളൊരു 5 d ഓർബിറ്റൽസിന്റെ വേക്കന്റ് ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇതാണല്ലോ d ഓർബിറ്റൽസ് 5 ഇവരിങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഓർബിറ്റലും സെയിം എനർജിയാണ്. ഓക്കെ, 5 ഓർബിറ്റലിനും സെയിം എനർജിയാണ്. അതിന് നമ്മൾ ഡീജനറസി എന്ന് പറയുന്നത്. ഓക്കെ, ഡീജനറസി. ഇനി ഇവിടെ ഇരിക്കുകയാണ്, അതായത് എല്ലാവർക്കും സെയിം എനർജി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അന്നേരമാണ് നമ്മുടെ ലിഗാൻഡ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലേ? അന്നേരമാണ് ലിഗാൻഡ് ഇതിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് ഇവർക്ക് എന്തായി, ഒരു എനർജി കിട്ടുകയാണ്, അല്ലെ? ഒരു എക്സ്ട്രാ എനർജി അവർക്ക് അവിടെ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡീജനറേഷൻ എന്ത് ചെയ്യുക, അവിടെ ലോസ്റ്റ് ആവും. ചിലർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ എനർജി കിട്ടുന്നുണ്ട്, ചിലർക്ക് കുറവ് എനർജി തന്നെയായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. ഡി ഓർബിറ്റലിൽ എന്ത് സംഭവിക്കുന്നു, സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. ഇവരിങ്ങനെയായിട്ട് മാറുന്നുണ്ട്. 2 പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. അതായത് 3 അതുപോലെ 2, അതുപോലെ ഓർ താഴെ 2 മേലെ 3. ഈ 5 ഓർബിറ്റൽസ് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തായിട്ട് മാറുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയില് ഇൻട്രൊഡക്ഷൻ പോലെ പറയാനായിട്ടുള്ളത്. അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി ആ പോയിന്റ്സ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. d orbitals are lost when ligand approaches the central atom. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, the presence of d orbitals and lone pair of ligand occurs and there occurs splitting of d orbitals. അല്ലെ, പുറത്തുനിന്ന് ലിഗാൻസിൽ ഇലക്ട്രോൺസ് വരുന്ന നേരത്തെ ഡി ഓർബിറ്റൽസും അവിടെയുള്ള ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അങ്ങനെ അവിടെയുള്ള ഡീജനറേസി എന്ത് ചെയ്യും, ലോസ്റ്റ് ചെയ്യും. ബൈ എങ്ങനെ, എങ്ങനെ ലോസ്റ്റ് ചെയ്യുന്നത്, സ്പ്ലിറ്റഡ്, അല്ലെ? ഡി ഓർബിറ്റൽസ് എന്തായി മാറുന്നു, അവർ സ്പ്ലിറ്റ് ചെയ്ത് മാറും. ഓക്കെ, ഇനി ക്രിസ്റ്റൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ടെട്രാഹൈഡ്രലും ഒന്ന് ഒക്ടാഹൈഡ്രലും. ഓക്കെ, ഒന്ന് ടെട്രാഹൈഡ്രലും ഒന്ന് ഒക്ടാഹൈഡ്രലും, അങ്ങനെ 2 രീതിയിലാണ് അവിടെ നടക്കുന്നത്. സോ അതിൽ ആദ്യത്തെ ടെട്രാഹൈഡ്രൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഡയഗ്രാം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡി ഓർബിറ്റൽസ് ഇൻ ഫ്രീ അയോൺ ആണ്. ഇത് കണ്ടോ, ഡി ഓർബിറ്റൽസ് ഇൻ ഫ്രീ അയോൺ, വിച്ച് മീൻസ് എന്താണ്, അവിടെ മെറ്റൽ മാത്രമേ ഉള്ളൂ, ലിഗാൻസ് എത്തിയിട്ടില്ല കേട്ടോ. മെറ്റൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള
ഡീജനറേറ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റേഴ്സ് ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇനി എന്താ സംഭവിക്കുന്നത്? ലിഗാൻഡ് നമ്മുടെ അടുത്തേക്ക് വരും. മെറ്റലിന് അടുത്തേക്ക് ആര് വരും? ലിഗാൻഡ് വരും. അങ്ങനെ ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടുത്തെ എന്ത് കൂടുന്ന പറഞ്ഞിട്ടുള്ളത്? എനർജി കൂടുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ? എനർജി കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. സെയിം ഡി ഓർബിറ്റേഴ്സ്, ഡീജനറസി പോയിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ കുറച്ച് മേലോട്ടാക്കി വരച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൂടെ വരച്ചോളൂ വരയ്ക്കുകയാണെങ്കിൽ. അത് എന്തിനെ കാണിക്കുന്നതാ? എനർജീനെ കാണിക്കുന്നതാണ് കേട്ടോ. അതായത് ഇൻക്രീസ് ഇൻ എനർജിനെ കാണിക്കുന്നതാണ് ഈ പറയുന്ന ആരോ മാർക്ക്. സോ ഇവിടെ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ എനർജി കൂടിയതുകൊണ്ട് നമ്മൾ മേലോട്ടാക്കി വരച്ചു. ഇനിയാണ് എന്ത് സംഭവിക്കുന്നത്? ലിഗാൻസിലെ ഇലക്ട്രോൺസ് വന്നു. ഈ ഇലക്ട്രോൺസും ഡി ഓർബിറ്റേഴ്സും തമ്മിൽ റിപ്പൾഷൻ കാരണം അവിടെ എന്ത് നടക്കുന്നു? ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നു. ഓക്കെ, ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നു. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എണ്ണം നോക്കുക നിങ്ങൾ. ടെട്രാഹൈഡ്രലിലാണെങ്കിൽ താഴെ എന്ത് വരുന്നു? 2 എണ്ണവും മേലെ 3 എണ്ണമാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ താഴെ 2 എണ്ണം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട്? അതിന്റെ പേരാണ് ഇ. മേലെയുള്ളതിന്റെ പേരാണ് T2. പിടികിട്ടിയോ? താഴെ ഇയും മേലെ T2 എന്നാണ് നമ്മളിത് പറയുന്നത്. ഇത് മാറിപ്പോവരുത്, കാരണം ഇതിന്റെ പക്ക ഓപ്പോസിറ്റ് ആണ് ഒക്ടാഹൈഡ്രൽ വരുന്നത്. അത് മാറിപ്പോവാതിരിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ടെട്രാഹൈഡ്രൽ അല്ലേ? ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 4 അല്ലെ? 4ന്റെ പകുതി എത്രയാ? 2. അപ്പൊ 2 ആയിരിക്കണം. 2 ബോക്സ് വേണം ആദ്യം വരയ്ക്കാൻ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒക്ട എത്തുമ്പോൾ ഞാൻ ഒക്ട പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ഈ നടുക്ക് പോകുന്ന ഈ ഡോട്ടഡ് ലൈൻസിന്റെ പേരാണ് ബാരി സെന്റർ. BARRY, ബാരി കേട്ടോ. ബാരി സെന്റർ എന്നാ പറയുക. ഓക്കെ, അവിടെ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ΔT എന്ന് വെച്ചിട്ടാണ്. അതോടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ സെന്ററിൽ നിന്നും ഈ സ്പ്ലിറ്റിംഗ് നടന്നിട്ടുള്ള താഴെയുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു എനർജി ചേഞ്ച് -3/5 മേലെ 2/5 ΔT. ഓക്കെ, -3/5 ΔT മേലെ 2/5 ΔT. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഒക്ടാഹൈഡ്രലും ടെട്രാഹൈഡ്രലും എടുത്തു കഴിഞ്ഞാൽ അവര് തമ്മിലുള്ള റിലേഷൻ ആണ് ഈ പറയുന്നത്. ഇവിടെ 0 മാഞ്ഞു പോയതാണ്. ഇവിടെ ഡെൽറ്റ 0 ആണ്, വിച്ച് മീൻസ് അത് ഒക്ടാഹൈഡ്രൽ കോമ്പൗണ്ട് ആണ് കേട്ടോ. ഒക്ടാഹൈഡ്രൽ കോമ്പൗണ്ട് ആണ്. അതായത് ΔT ഈക്വൽ ടു 4/5 ΔO. ഓക്കെ, ഇതാണ് ഇവിടെ റിലേഷൻ. ΔTയും ΔOയും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ കിടക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത്രയാണ് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഇതാണ്. ആ സ്ട്രക്ചർ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കും. ഓക്കെ, ഇനി ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. അതായത് ഡി ഓർബിറ്റേഴ്സ് ഫ്രീ അയോൺ ആയിട്ട് കിടക്കുന്നു അല്ലേ? അതെ, അതായത് മെറ്റൽ മാത്രം. അതിനുശേഷം അതിലേക്ക് ആര് വരുന്നു? ലിഗാൻഡ് വരികയാണ്. അതിലേക്ക് ആര് വരുന്നു? ലിഗാൻഡ് വരികയാണ്. ലിഗാൻഡ് വന്ന സമയത്ത് എനർജി വിൽ ഗെറ്റ് ഇൻക്രീസ്. സോ ദാറ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു, മേലോട്ട് വരച്ചു. ദെൻ അവിടെ എന്ത് സംഭവിക്കുന്നു? The electrons in the ligands will get repelled from either metal vacant orbitals, and therefore it get splitted. അല്ലേ? ഇനി ഇവിടുത്തെ സ്പ്ലിറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കൂ. ഒക്ടാഹൈഡ്രൽ അല്ലേ പറഞ്ഞത്? ഒക്ടാഹൈഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 6 ആണ്. നിങ്ങൾ മാറിപ്പോവരുത്. ഈ ഒക്ട എന്ന് പറയുന്ന സമയത്ത് 8 ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അക്കോർഡിംഗ് ടു ബാലൻസ് ബോണ്ട് തിയറി നമ്മൾ എപ്പോഴും ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ 6 ആണ്. അപ്പൊ 6ന്റെ ഹാഫ് എത്രയാ? 3. അപ്പൊ 3 ആണ് താഴെ നമ്മൾ വരയ്ക്കാനുള്ളത് കൊടുത്തു വരും. ഇതേപോലെ തന്നെ നമ്മൾ ടെട്രാഹൈഡ്രൽ ചെയ്തത്. ടെട്ര മീൻസ് 4 and the half of 4 is 2. അപ്പൊ താഴെ നമ്മൾ 2 വരച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പൊ താഴെ 3ഉം മേലെ 2ഉം ആണ്. ഇതിന്റെ പേര് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് T2Gയും മേലെ EG ആണുള്ളത് കേട്ടോ. T2G എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി ഇവിടെ നോക്കിയിട്ടില്ലേ, -2/5 താഴെയാണ് 2/5 കിടക്കുന്നത്. കഴിഞ്ഞ ഇതില് മേലെയായിരുന്നു 2/5 ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ രണ്ടും കൂടി ചേർത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് താഴെ കഴിഞ്ഞതില് ഏതാ, താഴെ -3/5 ആണ്, ഇവിടെ -2/5 ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ മേലെ അതിന്റെ പക്ക ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ നമുക്ക് കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നേച്ചർ ഓഫ് ലിഗാൻഡ്, ലിഗാൻഡിന്റെ നേച്ചർ, അതായത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ള കാര്യം. ഓക്കെ, അത് ഒബ്വിയസ് ആണ്, pretty ഒബ്വിയസ് ആണ്. എന്തെന്ന് പറയുന്നത്, സ്ട്രോങ്ങിനായിരിക്കും അല്ലെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതൽ വീക്കിനേക്കാളും. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. ഇവിടെ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാല് സ്പ്ലിറ്റിങ്ങും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ഇൻക്രീസസ് വിത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെയാണ് ജോമെട്രി ഓഫ് കോംപ്ലക്സ്. കോംപ്ലക്സിന്റെ ജോമെട്രി മിക്കവാറും ഇത് എന്തായിരിക്കും, ടെട്രാഹെഡ്രൽ അല്ല വെച്ച് കഴിഞ്ഞാല് ഒക്ടാഹെഡ്രൽ അല്ലേ. അതുകൊണ്ടാണ് ΔO ΔT എന്നൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ജോമെട്രിയുടെ കേസിൽ സ്പ്ലിറ്റിംഗ് കൂടുതൽ ആർക്കായിരിക്കും, ഒക്ടാഹെഡ്രൽ ആയിരിക്കും സ്പ്ലിറ്റിംഗ് കൂടുതൽ ദാൻ ദാറ്റ് ഓഫ് ടെട്രാഹെഡ്രൽ. അതാണ് അവിടെ ΔO ΔT എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി വരുന്ന ഒരു പോയിന്റ് ആണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഈ ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. അതുപോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റ് നടക്കാനായിട്ടുള്ള പവറിനനുസരിച്ച് ലിഗാൻഡുകളെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സീരീസ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണാമല്ലോ നമുക്ക്. അതായത് I-Br-Cl-F- അല്ലേ, അതായത് ഹാലജൻസിനാണ് ഏറ്റവും കുറവ് സ്പ്ലിറ്റിംഗ് പവർ ഉള്ളത്. ദെൻ പോകെ പോകെ ആ അറ്റത്ത് നോക്കിക്കേ CO-Cn- ഒക്കെ, വിച്ച് മീൻസ് അവർക്ക് എന്താണ്, ഹൈ പവർ ആണ്, ഹൈ പവർ ഉള്ള ലിഗാൻഡുകളാണ് അവര്. ഓക്കെ, ഇപ്പൊ എന്താ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് കളറാണ്, ഇവരുടെ കളറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ബട്ട് ചെറുതായിട്ട് ഞാനിപ്പോ ഇവിടെ പറയുന്നുണ്ട്. ലോവർ ഡി ലെവൽ, ഓക്കെ, ലോവർ ലെവൽ ആയിട്ടുള്ള T2e എന്ന് പറയുന്നതാണ് ലോവർ ലെവൽ. അപ്പൊ ലോവർ ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് പോവുക, ഹയർ ലെവലായിട്ടുള്ള EG ലെവലിലേക്ക് പോകും. ഓക്കെ, ലോവർ ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ലെവലിൽ നിന്നും, അതായത് T2Gയിൽ നിന്നും അവർ എങ്ങോട്ടാ പോകുന്നത്, EGയിലേക്കാണ് അവർ പോകുന്നത് അല്ലേ. ഇനി അവർ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, എനർജി വേണം. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള എനർജി അവിടെ ആവശ്യമുണ്ട്. ആ എനർജി അവർ എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്, വൈറ്റ് ലൈറ്റ്, അതായത് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ. ഇനി the color of compound will be the complementary to that absorbed. അപ്പൊ അങ്ങനെയുള്ള ആ കോമ്പൗണ്ടിന്റെ കളർ എന്ന് പറയുന്നത്, കളർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ആ കോമ്പൗണ്ടിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റിലാണ് ഏതുള്ളത്, വിബ്ജിയോർ ഉള്ളത്. അതറിയാലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട് ഇവിടെ വൈറ്റില്. അപ്പൊ നമ്മള് ഏത് വേവ് ലെങ്ത് ആണോ നമ്മൾ അതിനെ അബ്സോർബ് ചെയ്തത് അതിന്റെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എമിറ്റ് ചെയ്യുക. വിച്ച് മീൻസ് ആ കോമ്പൗണ്ടിന്റെ കളർ എന്ന് പറയുന്നത് ഇവിടെ അബ്സോർബ് ചെയ്ത വേവ് ലെങ്ത്തിന്റെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും, ഓപ്പോസിറ്റ് കളർ ആയിരിക്കും വരുന്നത്. ആൻഡ് ഇതിനെ പറയുന്ന പേരാണ് DD ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിയിൽ നിന്നും അടുത്ത ഡിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യാണ് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ലോവർ ലെവൽ ആയിട്ടുള്ള ഡി അല്ലെ, ലോവർ ലെവൽ ഡി ഓർബിറ്റലിൽ നിന്നും അവിടെ ഇലക്ട്രോൺസ് ജംപ് ടു എവിടെ, ഹയർ ലെവൽ ഡി ഓർബിറ്റൽ അല്ലേ, കറക്റ്റ് അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് DD ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എന്താ പറയാ,
DD transition. Okay, അത് ഇമ്പോർട്ടന്റ് ആണ്. What is the reason for the color of coordination compound എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ will be DD transition. Okay, answer will be DD transition. Okay, ഇതിന്റെ കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് ജസ്റ്റ് നമ്മൾ പറയും, എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടാണ് കാര്യം പറഞ്ഞത്, DD ട്രാൻസിഷന്റെ കേസ്. അപ്പൊ ഈ DD ട്രാൻസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. തിയറി അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ദ കോവാലന്റ് ക്യാരക്ടർ. കോവാലന്റ് എന്നാണ് കോവാലന്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ലിഗാൻഡ് ആൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം. ലിഗാൻഡും അതുപോലെ തന്നെ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ടുള്ള കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഓക്കെ അല്ലേ? കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാനായിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ സ്പ്ലിറ്റിംഗ് നടന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? സ്പ്ലിറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ D1 ആണെങ്കിൽ, ഓക്കെ, ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D1 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. T2G EG ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ. T2G EG കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു ഇലക്ട്രോണേ വരുള്ളൂ അല്ലേ? EG-യിലോ ആരും ഉണ്ടാവില്ല, EG 0 ആയിരിക്കും. അതേപോലെ തന്നെ D2 എടുത്തു കഴിഞ്ഞാലും D3 എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അല്ലേ? എന്തുവരും? T2G2 എന്ന് വരും, EG 0, T2G3 EG 0. ഇതാണ് അവിടെ കോൺഫിഗറേഷൻസ് വരിക. ഓക്കെ ഓക്കെ, ഇനി അതേസമയം D3 കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞാൽ D4 ആണ്. D4ന്റെ കേസ് വരുന്ന സമയത്ത് T2G EG അല്ലേ? 4 വരുന്ന സമയത്ത് എന്താ? രണ്ട് പോസിബിലിറ്റീസ് ആണ് വരുന്നത്. എന്തായിരുന്നു? രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന് ഡെൽറ്റ O ആവാം, അല്ലെങ്കിൽ ഡെൽറ്റ T ആവാം. അതായത് ഒക്ടാഹെഡ്രൽ ആവാം, അല്ലാതെ ടെട്രാഹെഡ്രൽ ആവാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഇവിടെ ഡെൽറ്റ O, അതായത് ഒക്ടാഹെഡ്രലാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ അത് പ്രകാരം രണ്ട് രീതിയിൽ ഇവിടെ കോൺഫിഗറേഷൻസ് വരാം, രണ്ടെണ്ണം വരാം. ഒക്ടാഹെഡ്രൽ ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ എന്ത് വരും? T2Gന്റെ മേലെ, ഓക്കെ, T2Gയുടെ മേലെ അവിടെ എന്ത് ചെയ്യും? 2, 3, 4, ഈ 4ഉം ഇവിടെ തന്നെ വരും. പെയറിംഗ് കൂടുതലായതുകൊണ്ട് ഇവിടെ 4ഉം ഇവിടെ തന്നെ വരും. അതേസമയം ടെട്രാഹെഡ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? പെയറിംഗ് നടക്കില്ല. സോ 1, 2, 3, ഇവിടെ 3ഉം ഇവിടെ 1ഉം വരും. ഓക്കെ, എക്സ്ട്രാ ഉള്ള ഒരെണ്ണം ഇവിടെ പോയി നിൽക്കും. എക്സ്ട്രാ ആയിട്ടുള്ള ഒരെണ്ണം ഇവിടെ പോയി നിൽക്കും, നമ്മുടെ EG-യിൽ പോയി നിൽക്കും. ഓക്കെ, ഇങ്ങനെയാണ് കോൺഫിഗറേഷൻസ് എഴുതുക എന്നുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന കാര്യമാണ് കേട്ടോ കോൺഫിഗറേഷൻസ്. ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയാൻ നേരത്ത്, അതായത് നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊണ്ടുതരാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കേട്ടോ. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ രണ്ട് തിയറീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വൺ ഇസ് ഏതാ? വാലൻസ് ബോണ്ട് തിയറി, and the next one is ഏതാ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി. ഓക്കെ, സോ ഇത് അറിയണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഓരോന്നും മാഗ്നറ്റിക് ബിഹേവിയർ അറിയുക. ഓക്കെ, അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക, അതൊന്നുകൂടെ ഒന്ന് നോക്കുക കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ ഗൗരവത്തോടുകൂടി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, കാരണം കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സീരീസ്. അത് അത്യാവശ്യം സീരീസ് പഠിക്കണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് പാർട്ടും അതുപോലെ ലാസ്റ്റ് പാർട്ടും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്.
സോ ഇത്രയും കാര്യങ്ങൾ, അങ്ങനെ 2 തിയറീസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ തിയറീസും അങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ ഇനി ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് അപ്ലിക്കേഷനും കളറും ഒക്കെ അടങ്ങുന്ന ചെറിയൊരു പോർഷനാണ് ഈ ചാപ്റ്ററിനുള്ളത്. സോ ഇതുവരെയുള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു കേട്ടോ.